എങ്കിലും അവൻ്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് ആ മങ്ങിയ കാഴ്ചയിലും സച്ചു തിരിച്ചറിഞ്ഞു. ഇതാണോ സച്ചു? തൻ്റെ സംശയങ്ങളെ പാടെ തകർത്തുന്ന പോലെ ഒരു രൂപം. താൻ നിമിഷ നേരങ്ങൾ മനസ്സിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ രൂപത്തിന് ഇതിനുമായി ഒരു സാമ്യവുമില്ലെന്ന് വൈഗയ്ക്ക് തോന്നി. സിദ്ധു സച്ചുവിൻ്റെ ബെഡിനരികിലേക്ക് നീങ്ങിയതും വൈഗ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ തലചരിച്ച് അവളെ നോക്കിയതും അവൾ വേണ്ടെന്ന പോലെ തലചരിപ്പിച്ചു. വാ. അവൻ അവളുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചുവിനരികിലേക്ക് നടന്നു. സിദ്ധു സച്ചുവിനരികിലേക്ക് വരും തോറും അവൻ്റെ മുഖം വ്യക്തമായി. കൂടെയുള്ള വൈഗയുടെയും. സിദ്ധുവിൻ്റെ കൂടെ അവൾ അറിയാത്ത ഒരു പെൺകുട്ടിയെ കണ്ടതും അതായിരിക്കും സിദ്ധു പറഞ്ഞ വൈഗാലക്ഷ്മി എന്നവൾ ഊഹിച്ചു. സച്ചുവിൻ്റെ മുഖത്ത് അവർക്കായുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ സിദ്ധു പകരം പുഞ്ചിരിച്ചില്ല. സച്ചുവിനോടുള്ള ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ഗൗരവത്തിൽ തന്നെയിരുന്നു. വൈഗയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. കൂടെ ഇപ്പോൾ പുറത്തേക്ക് തള്ളും എന്ന പോലെ മനം പുരട്ടലും. സച്ചുവിൻ്റെ മുഖം മ്ലാനമായി. സിദ്ധുവിൻ്റെ മുഖത്തെ ഗൗരവവും ദേഷ്യവും താൻ അർഹിക്കുന്നതാണെന്ന് അവൾക്കറിയാം. എങ്കിലും മനസ്സിനുള്ളിൽ എന്തോ ഒരു നോവ്. സിദ്ധു. എങ്കിലും അവളുടെ നാവ് പതിയെ ചലിച്ചു. വൈഗ സച്ചുവിനെ തന്നെ നോക്കി നിന്നു. ചുളിഞ്ഞതും കുഴിഞ്ഞതുമായ മുഖമാണെങ്കിലും എന്തോ ഐശ്വര്യം ആ മുഖത്തുണ്ടെന്ന് അവൾക്ക് തോന്നി. നീ പറഞ്ഞതുപോലെ ഞാൻ വാക്ക് പാലിച്ചു. എൻ്റെ രക്തത്തിൽ ഈ ഭൂമിയിലേക്ക് പിറക്കാൻ പോകുന്ന ഒന്നല്ല 2 കുഞ്ഞുങ്ങൾ ഈ ഉദരത്തിലുണ്ട്. ഇനി വാക്കു പാലിക്കേണ്ടത് നീയാണ്. എടുത്തടിച്ചതുപോലുള്ള സിദ്ധുവിൻ്റെ സംസാരത്തിൽ വൈഗ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു വാക്കു കൊടുത്ത കാര്യമാണ് അവൻ പറയുന്നത് എന്നവൾ ചിന്തിച്ചു. ഗാംഭീര്യമേറിയ സിദ്ധുവിൻ്റെ ശബ്ദത്തിൽ സച്ചു ആദ്യമൊന്ന് പകച്ചുപോയി. അവൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാവാൻ അവൾക്കൊരു നിമിഷമെടുത്തു. വൈഗ ഗർഭിണിയാണോ? അത് ഇരട്ട കുട്ടികൾ? അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു. ആ സന്തോഷം അവളുടെ മുഖത്തും പ്രതിഫലിച്ചു. സിദ്ധു പറഞ്ഞത് സത്യമാണോ? സച്ചു കണ്ണുകൾ വിടർത്തി അവനോട് അതിശയം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് സത്യമാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. വൈഗാലക്ഷ്മി. സിദ്ധു വൈഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും സച്ചുവിൻ്റെ മുഖം മങ്ങി. അതവൻ പറഞ്ഞ വാക്കുകളിലായിരുന്നില്ല, മറിച്ച് സിദ്ധു അവളുടെ മുന്നിൽ വെച്ച് ചേർത്ത് പിടിച്ചപ്പോൾ ഉള്ളിൽ ഒരു നോവ് പോലെ. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞതിന് എന്തിനായിരിക്കും ഈ ചേച്ചി ഇത്ര കണ്ട് സന്തോഷിക്കുന്നത്? സിദ്ധുവേട്ടനെ ഓർക്കുന്നവൻ എന്തായിരിക്കും ബന്ധം? അങ്ങനെ പല ചോദ്യങ്ങൾ വൈഗയ്ക്കുള്ളിൽ ഉടലെടുത്തു. വൈഗ. സച്ചു പുഞ്ചിരിച്ചുകൊണ്ട് വൈഗയെ വിളിച്ചതും അതുവരെ സമയത്തിൻ്റെ ചുഴലിയിൽപ്പെട്ടിരുന്ന അവൾ പൊടുന്നനെ ദൃഷ്ടി സച്ചുവിൽ പതിപ്പിച്ചു. എന്നെ മനസ്സിലായോ? സച്ചുവിൻ്റെ ആ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന പോലെ തലയനക്കി. സിദ്ധു ഒന്നും പറഞ്ഞു തന്നില്ലേ? മേ ബി എന്തിനായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വിവാഹമെന്ന് പോലും. സച്ചു മുഖത്തെ ചിരി മായ്ക്കാതെ തന്നെ വൈഗയോട് ചോദിച്ചതും വൈഗയുടെ നോട്ടം അവളിൽ നിന്നും സിദ്ധുവിലേക്ക് നീണ്ടു. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ താഴെ ഉണ്ടാവും. സച്ചുവിൻ്റെ ചോദ്യം കേട്ടതും സിദ്ധു രണ്ടുപേരും പരസ്പരം പരിചയപ്പെടട്ടെ എന്ന് കരുതി അവിടെ നിന്നും ഒഴിഞ്ഞു മാറി പുറത്തേക്ക് നടന്നു. വൈഗ അവർ പോകുന്നതും നോക്കി ഒറ്റപ്പെട്ടതുപോലെ മിഴിച്ചു നിന്നു. വൈഗ ഇവിടെ ഇരിക്കെ. സച്ചു ബെഡിനല്ലിൽ കിടക്കുന്ന ചെയറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വൈഗ മനസ്സില്ലാ മനസ്സോടെ ചെയറിലിരുന്നു. തനിക്ക് മുന്നിൽ കിടക്കുന്ന വ്യക്തി ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, പേര് മാത്രം അറിയാം. പക്ഷേ അവരെയും തന്നെയും ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടെന്ന് തൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുപോലെ സിദ്ധുവേട്ടൻ തന്നെ വിവാഹം കഴിച്ചതിന് പിന്നിലും കുഞ്ഞെന്ന ലക്ഷ്യം മാത്രമല്ല, ഇവരുമായി സംബന്ധിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. വൈഗ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ആരായിരിക്കുമെന്നല്ലേ? വൈഗ സച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ സയേഷ എന്ന പ്രിയപ്പെട്ടവരുടെ സച്ചു. സിദ്ധാർത്ഥ് എൻ്റെ പ്രണയമാണ്. ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞതും വൈഗ ഞെട്ടലോടെ അവളെ നോക്കി. താനിങ്ങനെ ഞെട്ടുവൊന്നും വേണ്ട. ഞങ്ങൾ കോളേജ് സമയം തൊട്ടേ പരസ്പരം പ്രണയിക്കുന്നവരാണ്. ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. പിന്നെ എപ്പോഴോ മനസ്സിൽ പ്രണയം തോന്നിത്തുടങ്ങി. ഞാനാണ് അവനോട് ആദ്യം ഇഷ്ടം പറഞ്ഞത്. പിന്നെ അവനും എന്നെ തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു. സച്ചു പറയുന്നത് ഓരോന്നും വൈഗ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അപ്പോഴും നെഞ്ചിലെവിടെയോ ഒരു കൊളുത്തിവലി അനുഭവപ്പെട്ടു. പാതി വഴിയിൽ സിദ്ധുവിനെ വിട്ടുപോകണമെന്നറിയാം. അവൻ തന്നോട് ചെയ്തതും പൊറുക്കാൻ കഴിയില്ല. എങ്കിലും തനിക്ക് പ്രണയം തോന്നിയ ആദ്യ വ്യക്തിയാണ്. സ്നേഹവും പരിഗണനയും എന്താണെന്ന് അനുഭവിച്ചത് അവനിൽ നിന്നാണ്.
പക്ഷേ വിധിയുടെ വിളയാട്ടമെന്നൊക്കെ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം മത്സരിച്ച് പ്രണയിക്കുന്നത് ദൈവത്തിന് പോലും സഹിച്ചിട്ടുണ്ടാവില്ല. ഒരു ആക്സിഡൻറ്റ് എന്നെ ഈ രൂപത്തിലാക്കി. സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച ജീവിതം. സച്ചു ഒരു പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ അവസ്ഥയിൽ വൈകിക്ക് സങ്കടം തോന്നി. എന്നെ വിധി ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും എന്നെ വിട്ടുപോകാൻ തയ്യാറാകാതെ സിദ്ധു നിന്നു. വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചു. പക്ഷെ അവിടെയും ഞാൻ നിർത്തും. ഇങ്ങനെ ജീവച്ഛവമായി കിടക്കുന്ന എന്നെയും കൊണ്ട് ജീവിച്ചു തീർക്കാനുള്ളതല്ല അവൻ്റെ ജീവിതം. അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ചുംബനം പോലും നൽകാൻ എന്നെക്കൊണ്ട് കഴിയില്ല. നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ പോലും തന്നെ പുച്ഛിക്കുന്നതായി സച്ചുവിന് തോന്നി. അവളുടെ മനസ്സ് തുറന്നുള്ള സംസാരത്തിൽ വൈകിയുടെ കണ്ണുകളും നിറഞ്ഞു. പരസ്പരം പ്രണയിച്ച് ഒന്നാവാൻ കഴിയാത്ത വേദന അത് എത്രത്തോളമായിരിക്കും. വൈക പതിയെ സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. സച്ചു അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അത് നിറഞ്ഞു തൂവിയ കണ്ണുകളുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. വൈക സച്ചുവിൻ്റെ കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു. അവളുടെ ആ പ്രവൃത്തി സച്ചുവിൽ സന്തോഷം നിറച്ചു. ഒരു കുഞ്ഞനിയത്തിയോടെന്ന പോലെ സച്ചുവിൽ വൈകയോടുള്ള വാത്സല്യം നിറഞ്ഞു. അവൻ വിവാഹം വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ അവൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്നിലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല. സിദ്ധു ഒരു സരോഗസി പറഞ്ഞപ്പോൾ ഞാൻ ബയോളജിക്കലി അവൻ്റെ ഒരു കുഞ്ഞിനെ വേണമെന്നും അതിനവൻ വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞിന് ജന്മം നൽകണമെന്നും പറഞ്ഞു. ആദ്യം അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ച സിദ്ധു എൻ്റെ വാശിക്ക് മുന്നിൽ സമ്മതിക്കുകയായിരുന്നു. സച്ചു പറഞ്ഞു നിർത്തിയതും വൈക ധരിച്ചിരുന്നു. ഇങ്ങനൊരു കാര്യം ഈ വിവാഹത്തിന് പിന്നിലും ഒരു കുഞ്ഞെന്ന പിറവിക്ക് പിന്നിലും ഉണ്ടെന്ന് കരുതിയിരുന്നില്ല. ഇനി 10 മാസം. സിദ്ധു പറഞ്ഞത് പ്രകാരം 10 മാസം കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ വധുവാകേണ്ടി വരും. സച്ചു പറഞ്ഞതും വൈകി അവളെ തന്നെ നോക്കി. ഇത്രയൊക്കെ ഒരാൾക്ക് മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയുമോ? സിദ്ധുവിനെയും സച്ചുവിനെയും കുറിച്ച് ആലോചിച്ചതും അവരുടെ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് അവരോടൊരു മതിപ്പൊക്കെ അവൾക്ക് തോന്നി. പക്ഷേ സിദ്ധു പറഞ്ഞ സമയം കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ഭാര്യയാകില്ല. ഒരിക്കലും അവൻ ഞാനെന്ന ഭാരം ചുമന്ന് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വൈക, സച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ പിടിച്ച വൈകയുടെ കയ്യിലമർത്തി. വൈക എന്തെന്ന പോലെ അവളെ നോക്കി. ജീവിക്കണം നീ സിദ്ധുവിൻ്റെ കൂടെ. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകരുത്. ഇത് എൻ്റെ ഒരു അപേക്ഷയായി കണ്ടാൽ മതി. ഉണ്ടാവില്ലേ? സച്ചു ദയനീയമായി വൈകിയെ നോക്കിയതും അവൾക്ക് എന്തു മറുപടി നൽകണമെന്ന് മനസ്സിലായില്ല. ഇവിടെ താൻ എന്തു മറുപടി കൊടുക്കാനാണ്? ഉടമ്പടിയിലാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെയുള്ളപ്പോൾ ഉപേക്ഷിച്ചു പോകരുതെന്ന് പറയുമ്പോൾ അതിന് സിദ്ധു സമ്മതിക്കുമോ? വൈകിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊരു കുഞ്ഞും സിദ്ധുവും എല്ലാമുള്ളൊരു ജീവിതം പോസിബിൾ അല്ലടോ. പിന്നെയും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇതിനൊക്കെ നിന്നത് അങ്ങനെയെങ്കിലും അവൻ ജീവിച്ചോട്ടെ എന്ന് കരുതിയാണ്. എന്നേക്കാൾ കൂടുതൽ അവൻ താലി കെട്ടിയ പെണ്ണിനോട് എല്ലാം കൊണ്ടും അടുക്കുമ്പോൾ എന്നെ മറന്ന് അവളും കുഞ്ഞും എല്ലാമുള്ള ജീവിതത്തോട് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുമെന്ന് കരുതിയാണ്. വൈക ഒന്നും മിണ്ടിയില്ല. സച്ചുവിൻ്റെ സംസാരം അത്രയും അവളിൽ നോവ് പടർത്തിയിരുന്നു. വിധി എന്ന 2 വാക്കിൽ പ്രണയം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന വേദന. ട്വിൻസ് ആണല്ലേ? അവളുടെ കണ്ണുകൾ തിളങ്ങി. നോട്ടം അവളുടെ ഉദരത്തിലേക്ക് നീണ്ടു. അതിനു മറുപടിയായി വൈകിയൊന്ന് മൂളി. ഞാനൊന്ന് തൊട്ടു നോക്കിക്കോട്ടെ. അത്രയും ദയനീയമായ സ്വരം വേണ്ടെന്ന് പറയാൻ വൈകിക്ക് തോന്നിയില്ല. സച്ചുവിന് തൊടാൻ പാകത്തിനായി വൈക എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളിലേക്ക് അടുത്തു നിന്നു. സച്ചുവിൻ്റെ കൈകൾ അവളുടെ ഉദരത്തിന് നേരെ നീണ്ടതും പോകാം. മുറിയുടെ വാതിൽ പാതി തുറന്നുകൊണ്ട് സിദ്ധു ചോദിച്ചു. അവനെന്തോ വീണ്ടും സച്ചുവിനെ അഭിമുഖീകരിക്കാൻ തോന്നിയില്ല. സിദ്ധു വിളിച്ചതും വൈക പൊടുന്നതിനെ തിരിഞ്ഞു. അവളുടെ ഉദരത്തെ തൊടാൻ തുനിഞ്ഞ സച്ചു കൈകൾ പിൻവലിച്ചു. വൈക അവളെയൊന്ന് ദയനീയമായി നോക്കി പോവുകയാണെന്ന് ഒരു വാക്കുപോലും പറയാതെ തിരിഞ്ഞു നടന്നു. സച്ചു അവൾ പോകുന്നതും നോക്കി നിറഞ്ഞ മനസ്സോടെ കിടന്നു. മനസ്സിൽ നോവ് തോന്നുന്നുണ്ടെങ്കിലും അതിലേറെ സന്തോഷം തോന്നുന്നുണ്ട്. തനിക്ക് വേണ്ടിയാണെങ്കിലും സിദ്ധു അവളോടൊപ്പം ജീവിച്ചു തുടങ്ങിയല്ലോ, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തുടങ്ങുന്നല്ലോ എന്നതിൽ. വൈക മുറിക്കു പുറത്ത് കടന്ന് വാതിലടയ്ക്കാൻ നേരം തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന സച്ചുവിനെ നോക്കി.
സിദ്ധു വൈകിയെയും കൂട്ടി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി. അവർ വാതിൽപ്പടി കടന്നു പോകുന്നതും നോക്കി മമ്മ സോഫയിൽ നിറകണ്ണുകളോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മകൾക്ക് ഇങ്ങനൊരു വിധി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് അവളായിരിക്കുമെന്ന ചിന്ത അവരിലൊരു സങ്കടത്തിൻ്റെ ഒരു കാർമയെ സൃഷ്ടിച്ചു. അത് പേമാരിയായി പെയ്തിറങ്ങാൻ അധിക സമയം വേണ്ടി വന്നില്ല. രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും വൈകിക്ക് ഉറക്കം വന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും തോറും ഉള്ളിൽ നിന്നും ഒരു സന്തോഷവും ആകാംക്ഷയും എല്ലാം പുറത്തേക്ക് വരുന്നത് പോലെ. സന്തോഷം കൊണ്ടാണോ അതിശയം കൊണ്ടാണോ ആകാംക്ഷ കൊണ്ടാണോ എന്നറിയില്ല, ഉറക്കം വരുന്നില്ല. എല്ലായിടത്തും ഇരട്ടക്കുട്ടികളാണെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും താൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഒരു ഇരട്ടക്കുട്ടികളെയും നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിലും മറ്റും കാണുമെങ്കിലും നേരിട്ട് കാണുന്നത് പോലെ ആവില്ലല്ലോ. അങ്ങനെയുള്ളതാണ് ഇപ്പോൾ തൻ്റെ ഉദരത്തിൽ. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തോന്നി. ഡോക്ടർ പറഞ്ഞപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഞെട്ടലുണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ തോന്നിയതുമില്ല, പ്രകടിപ്പിച്ചതുമില്ല. പക്ഷേ വീട്ടിൽ വന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു, ഒപ്പം സങ്കടവും. താൻ 10 മാസം ഉദരത്തിൽ തൻ്റേതെന്ന് കരുതി സംരക്ഷിച്ച് അവസാനം പ്രസവിച്ച തൻ്റെ പൊന്നുമക്കളെ വിട്ട് ആരുമല്ലാത്തവളെ പോലെ ഇറങ്ങിപ്പോവണ്ടേ? അവളുടെ കൈകൾ ഉദരത്തിലേക്ക് നീണ്ടു. അവിടെ പതിയെ തലോടി തുടങ്ങി. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണെങ്കിലും ഒത്തിരി സന്തോഷം തോന്നുന്നു. ചലനങ്ങൾ പോലും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല, എങ്കിലും അവരോട് സ്നേഹവും വാത്സല്യവും തോന്നിപ്പോകുന്നു. നാളെ തെറ്റിയെന്ന് മനസ്സിലായത് മുതൽ സംശയം തോന്നിയിരുന്നെങ്കിലും ഒരു ദിവസം കൊണ്ട് പ്രഗ്നൻ്റ് ആവാൻ കഴിയുമോ എന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ആ സംശയം ബലപ്പെട്ടു വന്നു. താനും ഒരമ്മയാകാൻ പോകുന്നു, വിട്ടുകൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും അവിടം മുതൽ താൻ സന്തോഷിച്ചു തുടങ്ങി. പതിയെ അവളുടെ അധരങ്ങളിൽ ഒരു മനോഹരമായ പുഞ്ചിരി മുട്ടിട്ടു. അതിന് അധികം ആയുസില്ലെന്ന് കാണിച്ചുകൊണ്ട് മറ്റൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് ചേക്കേറി. താൻ ഇതുവരെ ഓർക്കാൻ ശ്രമിക്കാതിരുന്ന, അല്ലെങ്കിൽ താനും മക്കളും മാത്രമുള്ള ഒരു ലോകത്തായിരുന്നതുകൊണ്ട് ചുറ്റും നടക്കുന്നതും കഴിഞ്ഞുപോയ കാര്യങ്ങളും ഓർത്തില്ലെന്ന് വേണം പറയാൻ. സച്ചു താൻ മറവിയിലേക്ക് വിട്ടുകൊടുക്കാൻ ശ്രമിച്ച അധ്യായം. അവളുടെ അധരങ്ങളിലെ പുഞ്ചിരി മങ്ങി. അവിടെ സങ്കടമാണോ നിർവികാരതയാണോ എന്നറിയാത്തൊരു ഭാവം നിറഞ്ഞു നിന്നു. അറിയില്ല, ആ ചേച്ചി പറഞ്ഞതുപോലെ സിദ്ധുവേട്ടൻ്റെ കൂടെ തനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന്. പ്രണയിക്കുന്നവർ തമ്മിലല്ലേ ഒന്നു ചേരേണ്ടത്. അതിന് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും താൻ അവർക്ക് ഒരുമിക്കാനുള്ളൊരു ഉപാധി, അല്ലെങ്കിൽ അവർക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം, അത്രയേ ഉള്ളൂ. ഇതിന് താൻ പറഞ്ഞ കാശും വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ താൻ ഒന്നും ആഗ്രഹിക്കാനോ കൂടെ കൂട്ടാനോ മുതിരരുത്. അത് താൻ അർഹിക്കുന്നില്ല. സച്ചു ചേച്ചി തൻ്റെ നല്ലൊരു ഭാവിക്കും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കും അതിലുപരി ചേച്ചിക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച സിദ്ധുവേട്ടനും വേണ്ടിയായിരിക്കും പറഞ്ഞത്. സിദ്ധുവേട്ടൻ ചേർത്ത് പിടിച്ചപ്പോൾ താൻ കണ്ടതാണ് ആ മനസ്സിലെ നോവ്. ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും പ്രേരിപ്പിച്ചാലും താൻ ജീവനോളം പ്രണയിക്കുന്നവൻ മറ്റൊരു പെണ്ണിൻ്റെ വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. വിധി ഇത്രയും ക്രൂരനായതെന്തേ? അത്രമേൽ പ്രണയിച്ചതുകൊണ്ടല്ലേ, ഒന്നാവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ആ ചേച്ചി പറയുന്നതിനൊക്കെ സിദ്ധുവേട്ടൻ നിന്നു കൊടുത്തത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്കൊന്നാവാൻ കഴിയുമെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും.